നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. കാട്ടാനകളുടെ വിഹാര കേന്ദ്രമായി കുണ്ടായി ചൊക്കന പ്രദേശങ്ങൾ. 2 ദിവസമായി മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത് 60ഓളം ആനകൾ. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ ജനജാതീയ ഗൌരവ് ദിനാചരണം നടത്തി. ഫോട്ടോ ഉപയോഗിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ കുറുവ സംഘാംഗം എന്ന് പ്രചരിപ്പിക്കുന്നതിനെതിരെ മരമുറി തൊഴിലാളിയായ യുവാവ് രംഗത്ത്. കാഴ്ച പരിമിതർ ഇനി അക്ഷരങ്ങളുടെ ലോകത്തേക്ക്. CPIM മറ്റത്തൂർ ലോക്കൽ സമ്മേളനം വാസുപുരത്ത് CK ഗോപിനാഥ് നഗറിൽ ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. കാട്ടാനകളുടെ വിഹാര കേന്ദ്രമായി കുണ്ടായി ചൊക്കന പ്രദേശങ്ങൾ. 2 ദിവസമായി മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത് 60ഓളം ആനകൾ. പാലപ്പിള്ളിയിൽ നിന്ന് കുണ്ടായി ചൊക്കന പ്രദേശത്തേക്കുള്ള റോഡിലാണ് കാട്ടാന ശല്യം രൂക്ഷമായിരിക്കുന്നത്. ഈ മേഖലയിൽ മാസങ്ങളായി ആനകളുടെ സാന്നിധ്യമുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവ അക്രമാസക്തരായതാണ് നാട്ടുകാരെ ഭീതിയിലാക്കുന്നത്. ആദിവാസി വിഭാഗങ്ങളും തോട്ടം തൊഴിലാളികളും ഏറെയുള്ള പ്രദേശമാണിത്. ആനകൾ കൂട്ടത്തോടെ ഇവിടേക്കെത്തിയതോടെ നാട്ടുകാരുടെ സ്വൈരജീവിതം തകർന്നിരിക്കുകയാണ്. പ്രദേശത്തെ പറമ്പുകളിലും റബ്ബർ തോട്ടങ്ങളിലും റോഡുകളിലും ആനകളിറങ്ങി ഭീതി വിതയ്ക്കുകയാണ്. കഴിഞ്ഞ ദിവസം കുണ്ടായിയിൽ റോഡിൽ പിടിയാന ഉറങ്ങുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു. ഇതിനു സമീപത്തായി റോഡിൽ നിലയുറപ്പിച്ച കാട്ടാനക്കൂട്ടം വഴിയാത്രക്കാർക്ക് നേരെ പാഞ്ഞെടുത്തിരുന്നു. കാട്ടാന ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് വഴിയാത്രക്കാർ രക്ഷപ്പെടുന്നത്. കാടുമൂടിയ റബ്ബർ തോട്ടത്തിൽ നിന്ന് റോഡിലേക്കിറങ്ങുന്ന ആനകളെ അടുത്തെത്തുമ്പോഴാണ് വാഹനയാത്രക്കാർക്ക് കാണാൻ കഴിയുന്നത്. വനാതിർത്തികളിൽ കിടങ്ങുകൾ തീർത്ത് ആനകളെ തടയുകയാണ് ഏക പോംവഴി. ഇതിനായി പലതവണ നാട്ടുകാർ വനം വകുപ്പിൽ പരാതി നൽകിയെങ്കിലും ഫണ്ടില്ലെന്ന കാരണം പറഞ്ഞ് അധികാരികൾ ഒഴിഞ്ഞുമാറുകയാണ്. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ആനകളെ തടയാൻ യാതൊരു മാർഗവുമില്ലെന്ന നിലപാടിലാണ് വനപാലകർ. ഏത് സമയത്തും അക്രമാസക്തരാകുന്ന ആനകൾക്കിടയിൽ ജീവിക്കേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ. ആനകൾ കൈയടക്കിയ ഗ്രാമത്തിൽ ജീവഭയത്താൽ കഴിയുന്നവർക്ക് അധികൃതർ ഇടപെട്ട് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ NSS യൂണിറ്റിന്റെയും IQACയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പ്രമുഖ ഗോത്രവർഗ നേതാവും സ്വാതന്ത്ര്യസമര സേനാനിയുമായ ഭഗവാൻ ബിർസ മുണ്ടയുടെ സ്മരണാർത്ഥം നടത്തിയ ജനജാതീയ ഗൌരവ് ദിനാചരണം കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഫാദർ ഡേവിസ് ചെങ്ങിനിയാടൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് KL അധ്യക്ഷത വഹിച്ചു. മഹത്തായ ഗോത്രവർഗ സംസ്കാരത്തിന്റെ നേർക്കാഴ്ചകളായ ആട്ടവും പാട്ടുമായി സഹൃദയയുടെ അക്ഷരമുറ്റത്തേക്ക് വന്ന ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികളെ ആദരിച്ചു. ഗോത്രവർഗങ്ങളുടെ തനത് കലാരൂപങ്ങളായ പണിയ നൃത്തം, ഇരുള നൃത്തം, നാടൻപാട്ട്, ഗോത്രഭാഷയിലുള്ള ലഘുനാടകം തുടങ്ങിയ പരിപാടികൾ അവതരിപ്പിച്ചു. ഗോത്രവർഗ സംസ്കാരത്തെയും കലാരൂപങ്ങളെയും കുറിച്ച് അവബോധം വിദ്യാർത്ഥികൾക്ക് പകരുന്നതായിരുന്നു ഓരോ അവതരണവും. മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ അധ്യാപിക രമണി ആമുഖ പ്രഭാഷണം നടത്തി. കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കരുണ, ഫിനാൻസ് ഓഫീസർ റവറൻ ഫാദർ ആന്റോ വട്ടോലി എന്നിവർ ആശംസകൾ അറിയിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർമാരായ ഷിജി സ്വാഗതവും രഞ്ജിത്ത് PR നന്ദിയും അറിയിച്ചു. ഈ ആചരണം കൊണ്ടാടുന്നത് സത്യത്തിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് തന്നെ ബിർസ മുണ്ട എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയുടെ 150ാം ജന്മവാർഷികത്തിൽ ഇത് വളരെ സഗൗരവത്തോടുകൂടെ NSSന്റെ നേതൃത്വത്തിൽ നമ്മുടെ ഈ കോളേജിൽ ആചരിക്കുമ്പോൾ എന്തുമാത്രം പ്രാധാന്യം നമ്മൾ ഫോട്ടോ ഉപയോഗിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ കുറുവ സംഘാംഗം എന്ന് പ്രചരിപ്പിക്കുന്നതിനെതിരെ മരമുറി തൊഴിലാളിയായ യുവാവ് രംഗത്ത്.
ഇരിങ്ങാലക്കുടയിൽ വാടകയ്ക്ക് താമസിക്കുന്ന കാട്ടൂർ കൊല്ലയിൽ വിനോദ് നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. ജോലിയുടെ ഭാഗമായി ഒക്ടോബർ 18-ന് ആറാട്ടുപുഴ തേവർ റോഡിൽ എത്തിയപ്പോഴാണ് ദുരനുഭവങ്ങളുടെ തുടക്കം. ജനാർദ്ദനൻ എന്നയാളുടെ വീടിന്റെ പരിസരത്ത് മുറിച്ചിട്ട മരക്കൊമ്പുകൾ വിനോദ് വാങ്ങിയിരുന്നു. ഒരു ടെമ്പോയ്ക്കുള്ള മരമില്ലാത്തതിനാൽ സമീപത്തെ മറ്റൊരു വീട്ടിലെ മരക്കൊമ്പുകൾ കൂടി മുറിച്ചു വാങ്ങാനുള്ള ശ്രമം നടത്തി. ഇതിന്റെ ഭാഗമായി സമീപത്തെ കടയിൽ ഈ വീട്ടുകാരെക്കുറിച്ച് അന്വേഷിച്ചു. നാട്ടുകാരൻ വഴിയറിഞ്ഞ പ്രദേശത്തെ മോഷണ ശല്യത്തെക്കുറിച്ചും വിനോദ് കടയിൽ തിരക്കി. ഇത് നാട്ടുകാരിൽ സംശയമുണ്ടാക്കി. ഇദ്ദേഹത്തിന്റെ ചിത്രം മൊബൈലിൽ പകർത്തിയ ആരോ വാട്സ്ആപ്പ് മുഖേന സന്ദേശം പ്രചരിപ്പിച്ചു. 3 പേരുടെ ശബ്ദ സന്ദേശവും വിനോദിന്റെ ചിത്രം കൂടാതെ മറ്റൊരു വ്യക്തിയുടെ ചിത്രവും ഉൾപ്പെടുത്തി ഈയിടെയാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ വ്യാപകമായി പ്രചരിപ്പിച്ചത്. 3 ശബ്ദ സന്ദേശങ്ങളിൽ ഒരാളുടെ സന്ദേശത്തിലാണ് ഇവർ കുറുവ സംഘമാണെന്ന് പറയുന്നത്. ചേർപ്പ് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ചിത്രത്തിലെ ഒരാൾ കാട്ടൂർ സ്വദേശിയാണെന്ന് വ്യക്തമായത്. വിനോദിനെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിൽ അദ്ദേഹം നിരപരാധിയാണെന്ന് കണ്ടെത്തിയതായി SI പറഞ്ഞു. വിനോദും സഹോദരനും സുഹൃത്തുക്കളും ചേർപ്പ് പഞ്ചായത്ത് അംഗവും പോലീസ് സ്റ്റേഷനിൽ എത്തി. തന്റെ ചിത്രം സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിന് നടപടി ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനാണ് വിനോദിന്റെ തീരുമാനം. വിദേശത്തു നിന്നും മറ്റു ജില്ലകളിൽ നിന്നും വ്യാജ പ്രചരണം കണ്ട് ബന്ധുക്കൾ ഇദ്ദേഹത്തെ വിളിക്കുന്നു. ഡെൽ കമ്പനിയിൽ ബോയിലർ ഓപ്പറേറ്ററായി ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട് വിനോദ്. വിദേശത്തും ജോലി ചെയ്തിരുന്നു. പെരുമ്പിള്ളിശ്ശേരിയിൽ വളകട്ടിംഗ് സ്ഥാപനത്തിലും ജോലി ചെയ്തിട്ടുണ്ട്. കരിങ്കല്ലുപണി, മരം മുറി എന്നിവയും ചെയ്യുന്നു. വക്കീൽ മുഖാനായിട്ട് ഞാൻ ഇവിടെ മുന്നോട്ട് പോകുക എന്നുവെച്ചാൽ ഈ നിരപരാധിത്യം തെളിയിക്കണം. എനിക്ക് 2 മക്കളുണ്ട്. ഇന്ന് നാഷണൽ സ്കൂളിൽ എൻ്റെ ക്രാങ്ങളെ കൊണ്ടാക്കിയപ്പോൾ അവിടെ ചോദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നു. മൊബൈൽ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കലും സംസാരങ്ങളും ഒക്കെ. വഴി ഇറങ്ങി എനിക്ക് നടക്കാൻ പറ്റില്ല. ഒരു ഗ്ലാസ് വെള്ളം പോലും ചോദിച്ചാൽ ആരും തരുന്നില്ല. ഒക്കെ മൊബൈലിലായാലും എല്ലാതായാലും പകർന്നിട്ടുണ്ട്. പരാതി ഇപ്പൊ കൊടുത്തിട്ടില്ലേ? പരാതി കൊടുക്കാനായിട്ട് കൊടുക്കണം. SP ഓഫീസിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോ ഇന്നലെ എന്റെ ക്രാവ് പെൺകുട്ടി 6ാം ക്ലാസ്സിൽ പഠിക്കണ്ട, 2 കുട്ടികളും നാഷണൽ സ്കൂളിൽ പഠിക്കണ്ട. CPIM മറ്റത്തൂർ ലോക്കൽ സമ്മേളനം വാസുപുരത്ത് CK ഗോപിനാഥ് നഗറിൽ NPD ഹാളിൽ ആരംഭിച്ചു. ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. MR രഞ്ജിത്ത്, CC ബിജു, വൃന്ദ ഭാസ്കരൻ എന്നിവരടങ്ങിയ പ്രസീഡിയം സമ്മേളന നടപടികൾ നിയന്ത്രിച്ചു. അങ്ങനെ നമ്മൾ സ്വയംപ്രതിഷ്ഠ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്തുകൊണ്ട് നമ്മുടെ ഈ പ്രദേശത്ത് ഒരു വഴിയെങ്കിലും ഒരു വഴി എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന വിഷയത്തിൽ മുന്നിൽ നിന്നുപോലുള്ള ചർച്ചയും കാര്യങ്ങളെല്ലാം ഇവിടെ ഉയർന്നു വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കാടുകുറ്റി മണ്ഡലം മഹിളാ കോൺഗ്രസ് നേതൃയോഗം നടത്തി. ചെറുവാളൂരിൽ സംഘടിപ്പിച്ച നേതൃയോഗം ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ജിതി രാജൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ജോയ്സി ആന്റു അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് യോഗത്തിൽ ജില്ലാ ഭാരവാഹികളായ സൂസി സുനിൽ, ലീന ഡേവിസ്, മണ്ഡലം പ്രസിഡന്റ് തോമസ് ഐ കണ്ണത്ത്, ബാബു നമ്പാടൻ എന്നിവർ സംസാരിച്ചു. എല്ലാവരും ഫോൺ നമ്പർ തരണം നമുക്ക്. എന്നിട്ട് നമുക്ക് ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി നമുക്ക് ഒത്തൊരുമിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് മുന്നേറി ഒരുപോലെ നമ്മുടെ കാടുറ്റി മണ്ഡലത്തിലെ മഹിളകളുടെ ശക്തി നമുക്ക് അറിയിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാം. അതുപോലെ കാഴ്ച പരിമിതർ ഇനി അക്ഷരങ്ങളുടെ ലോകത്തേക്ക്. ദീപ്തി ബ്രെയിലി സാക്ഷരതാ ക്ലാസുകൾക്ക് തുടക്കം കുറിച്ചു. നടവരമ്പ് ഗവൺമെന്റ് ഹൈസ്കൂളിലെ ആദ്യ ക്ലാസ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. പഠിതാക്കൾക്ക് പഠന ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷനായി. കാഴ്ച പരിമിതർക്ക് ബ്രെയിൽ ലിപിയിൽ സാക്ഷരരാക്കുന്ന പദ്ധതിയാണ് ബ്രെയിലി സാക്ഷരതാ പദ്ധതി. തൃശൂർ ജില്ലയിലെ കാഴ്ച പരിമിതരായ മുഴുവൻ ആളുകൾക്കും ഇതിന്റെ പ്രയോജനം കിട്ടുന്ന രീതിയിൽ ജില്ലാ സാക്ഷരതാ മിഷന്റെയും ബ്ലൈൻഡ് ഫെഡറേഷന്റെയും നേതൃത്വത്തിൽ എല്ലാ ബ്ലോക്കുകളിലും ക്ലാസുകൾ ആരംഭിക്കും. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ, വേളൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് KS ധനീഷ്, ബ്ലോക്ക് മെമ്പർ വിജയലക്ഷ്മി വിനയചന്ദ്രൻ, പഞ്ചായത്ത് മെമ്പർ മാത്യൂസ്, സാക്ഷരതാ മിഷൻ പ്രതിനിധി ഡോക്ടർ മനോജ് സെബാസ്റ്റ്യൻ, ജില്ലാ കോർഡിനേറ്റർ കൊച്ചുറാണി മാത്യു, അസിസ്റ്റന്റ് കോർഡിനേറ്റർ KM സുബൈദ, ബ്ലൈൻഡ് ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി മുരളീധരൻ, ഇൻസ്ട്രക്ടർമാരായ ജോണി, ജിതേഷ്, സുരേഷ്, ജയരാജ്, ബേബി ജോയ് എന്നിവർ പങ്കെടുത്തു. ഒരുപാട് നല്ല പാട്ടുകളൊക്കെ എല്ലാവരും കൂടി പാടി നമ്മുടെ വായനശാലകളൊക്കെ പാഠശാലകളായി മാറി ആവേശജനങ്ങളായിട്ടുള്ള ഓർമ്മകളാണ് അതെല്ലാം തന്നെ അല്ലേ. അന്നാണ് മുരിയാട് ഗ്രാമപഞ്ചായത്ത് കുട്ടികളുടെ മാതൃകാ ഹരിതസഭ ആനന്ദപുരം NSS ഹാളിൽ നടത്തി.
മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുത്ത കുട്ടികൾ ഹരിതസഭയിൽ പങ്കെടുത്തു. മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KU വിജയൻ സ്വാഗതം ആശംസിച്ചു. UM-LP സ്കൂളിലെ മിഥുൻ M, ശ്രീകൃഷ്ണ ഹൈസ്കൂളിലെ ദയ പാർവതി, മുരിയാട് AUP സ്കൂളിലെ ധനേഷ് കൃഷ്ണ, സെന്റ് ജോസഫ് സ്കൂളിലെ അന്ന വിജയൻ, ബിൻഡോ ബിജു, ആനന്ദപുരം GUP സ്കൂളിലെ തനൂജ് എന്നിവർ മാലിന്യമുക്ത നവകേരളത്തിനായി ആശയങ്ങൾ പങ്കുവച്ചു. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയറായ അനുഷ്കയുടെ നേതൃത്വത്തിലാണ് ഹരിതസഭ നടന്നത്. കുട്ടികളുടെ മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി AN ജോഷി മറുപടി പറഞ്ഞു. വാർഡ് മെമ്പർമാരായ തോമസ്, നിജി വിൽസൺ, ജിനി സതീഷ്, നിറവ് കോർഡിനേറ്റർ മഞ്ജു വിശ്വനാഥ് എന്നിവർ നേതൃത്വം നൽകി. ഒന്ന് വോളണ്ടിയർ, രണ്ട് നിർഭം. ഇത് രണ്ടും തമ്മിൽ പൊരുത്തപ്പെടുന്നൊരു വാക്കല്ല. വോളണ്ടിയർ ചെയ്യേണ്ട കാര്യമല്ല. സ്കൂളുകളിൽ നിന്ന് ഹെൽത്ത് വോളണ്ടിയേഴ്സായിട്ട് പ്രവർത്തിക്കാൻ തയ്യൽ തൊഴിലാളി കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചാലക്കുടി പനമ്പിള്ളി സ്മാരക മന്ദിര ഹാളിൽ MR നാദിർ ഷാ അനുസ്മരണം സംഘടിപ്പിച്ചു. MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് PC തോമസ് മാസ്റ്റർ അധ്യക്ഷനായി. തയ്യൽ തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ബാബു അമ്മവീട് മുഖ്യപ്രഭാഷണം നടത്തി. KPCC മെമ്പർ അഡ്വക്കേറ്റ് ഷോൺ പല്ലിശ്ശേരി, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ, UDF നിയോജക മണ്ഡലം കൺവീനർ OS ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. യോഗത്തിൽ തയ്യൽ തൊഴിലാളി ക്ഷേമനിധി നിയമങ്ങളെക്കുറിച്ച് ക്ഷേമനിധി ബോർഡ് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ ചന്ദന PS ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഗുരുവായൂർ മെട്രോലിക്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ 16ാമത് അഖില കേരള ചിത്രരചനാ മത്സരം നടത്തി. LF കോളേജിൽ നടത്തിയ മത്സരത്തിൽ 3800-ൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ക്ലബ് പ്രസിഡന്റ് P മുരളീധരന്റെ അധ്യക്ഷതയിൽ സിനിമാ താരം ശിവജി ഗുരുവായൂർ യോഗം ഉദ്ഘാടനം ചെയ്തു. LF കോളേജ് പ്രിൻസിപ്പാൾ സിസ്റ്റർ ഡോക്ടർ ജെന്നി തെരേസ് മുഖ്യാതിഥിയായി. ഊർജ്ജമിത്ര ഡയറക്ടർ വസന്തൻ, സെക്രട്ടറി ഗിരീഷ് C ഗീവർ, കളർ ഫെസ്റ്റ് ചീഫ് കോർഡിനേറ്റർ ബാബു വർഗീസ്, ട്രഷറർ ചാർലി മാളിയമ്മാവ്, വൈസ് പ്രസിഡന്റ് ഷൈജു KB, ജോയിന്റ് സെക്രട്ടറി VK അനിൽകുമാർ, വാസുദേവൻ, മെട്രോ ലേഡീസ് പ്രസിഡന്റ് ബിന്ദു ജെയ്സൺ എന്നിവർ സംസാരിച്ചു. ജയശങ്കർ പാലിശ്ശേരി, വിശ്വനാഥൻ PG, രതീഷ് O, ജോർജ് തരകൻ, ജിജു TT, സുരേന്ദ്രൻ MR, NK ആന്റോ, NK പിന്റോ എന്നിവർ നേതൃത്വം നൽകി. സ്പെഷ്യൽ സ്കൂൾ വിഭാഗത്തിന് പ്രത്യേക മത്സരം ഉണ്ടായിരുന്നു. LKG മുതൽ കോളേജ് വരെയുള്ള വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7200 രൂപ, പവന് 57,600 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവർ. പ്രധാന വാർത്തകൾ വീണ്ടും. കാട്ടാനകളുടെ വിഹാര കേന്ദ്രമായി കുണ്ടായി ചൊക്കന പ്രദേശങ്ങൾ. 2 ദിവസമായി മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത് 60ഓളം ആനകൾ. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ ജനജാതീയ ഗൌരവ് ദിനാചരണം നടത്തി. ഫോട്ടോ ഉപയോഗിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ കുറുവ സംഘാംഗം എന്ന് പ്രചരിപ്പിക്കുന്നതിനെതിരെ മരമുറി തൊഴിലാളിയായ യുവാവ് രംഗത്ത്. കാഴ്ച പരിമിതർ ഇനി അക്ഷരങ്ങളുടെ ലോകത്തേക്ക്.
CPIM മറ്റത്തൂർ ലോക്കൽ സമ്മേളനം വാസുപുരത്ത് CK ഗോപിനാഥ് നഗറിൽ ആരംഭിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.